തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ ഇടുക്കിയിൽ യുഡിഎഫിനുള്ളിൽ സമവായമായില്ല. കേരള കോൺഗ്രസിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിൽ അധിക സീറ്റിനായി മുസ്ലിം ലീഗ് അവകാശമുന്നയിച്ചതോടെയാണ് ചർച്ചകൾ വഴിമുട്ടുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും തൊടുപുഴ നഗരസഭയിലും ജയസാധ്യത മുൻനിർത്തി കേരള കോൺഗ്രസ് അധിക സീറ്റ് ചോദിച്ചതോടെ മുസ്ലിം ലീഗും ആവശ്യങ്ങളുടെ പട്ടിക വിപുലീകരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന് കൈവശമുള്ള അടിമാലി ഡിവിഷനോ കരിമണ്ണൂർ ഡിവിഷനോ വേണം എന്നാണ് ലീഗിന്റെ ആവശ്യം. നഗരസഭയിലും കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നു. മുസ്ലിം ലീഗ് അർഹമായതും വർദ്ധിച്ചുള്ള സീറ്റുകൾ ലീഗിന് അർഹതപ്പെട്ടത് അത് ലീഗ് ചോദിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിൽ 3 സീറ്റ് അധികരിച്ചു. 1 കോൺഗ്രസ്, 1 ലീഗ്, 1 കേരള കോൺഗ്രസ്. വളരെ നേരത്തെ UDF തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചർച്ച ഏകദേശം ഒരു 75% തീർന്നു. ഇനി 25% ബാക്കിയുള്ളൂ. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന് 4ഉം കോൺഗ്രസിന് 2 അംഗങ്ങളാണുള്ളത്. കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിയാലും ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങേണ്ട എന്നാണ് നിലപാട്. ഓരോ സീറ്റിലും വിജയസാധ്യതയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ക്ലെയിമുകളെല്ലാം പരിശോധിക്കും. വിജയസാധ്യതയുണ്ടെങ്കിൽ ആ ക്ലെയിം അംഗീകരിക്കപ്പെടും. വിജയസാധ്യതയില്ലെങ്കിൽ ആ ക്ലെയിം ഉന്നയിക്കുന്നയാളിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജയസാധ്യതയുള്ള ആളിലേക്ക് മാറിക്കൊടുക്കേണ്ടി വരും. പുതുതായി രൂപം കൊണ്ട വെള്ളത്തൂവൽ ഡിവിഷനിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. സമവായത്തിനായി അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു കേരള കോൺഗ്രസിന്റെ നിലപാട്. ആവശ്യങ്ങളിൽ ഒരു പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെ ചർച്ച അവസാനിപ്പിച്ച് UDF യോഗം പിരിഞ്ഞു. ഇന്ന് നടക്കുന്ന KPCC യോഗത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.